ഇന്ന് കുക്ക് ചെയ്യാനുള്ള എൻ്റെ ഇൻസ്പിറേഷൻ പുതുതായിട്ട് ഞാൻ മേടിച്ച ഈ 2 പാത്രങ്ങളാണ്. അപ്പോൾ നമുക്കിന്ന് ലഞ്ച് ഉണ്ടാക്കാം. ഇന്ന് ഞാൻ എല്ലാം മസാലയൊക്കെ പുരട്ടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒഴിച്ചുകറി ഉണ്ടാക്കാൻ മടിയുള്ള ദിവസങ്ങൾ ഉള്ളിച്ചോറാണ് ഞാൻ ഉണ്ടാക്കാറ്. ഉള്ളിച്ചോറ്, ചിക്കൻ ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ട്, അതെന്തെങ്കിലും ചെയ്യണം. പിന്നെ വഴുതനങ്ങ ഒന്ന് ശാലോ ഫ്രൈ ചെയ്യണം. ഇത് 3 നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. വഴുതനങ്ങയും ചിക്കനും അവിടെ നിൽക്കട്ടെ, കാരണം അതിൻ്റെ റെസിപ്പി എല്ലാവർക്കും അറിയാലോ. എനിക്ക് ഇന്ന് സംസാരിക്കാനുള്ളത് നമ്മുടെ ഉള്ളിച്ചോറിനെ പറ്റിയാണ്. ഞാൻ 4ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് എനിക്ക് അനിയത്തി ഉണ്ടാവുന്നത്. 7ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് എനിക്ക് അനിയൻ ഉണ്ടാവുന്നത്. അപ്പോൾ അമ്മ പ്രസവിച്ചെടുക്കുമ്പോൾ അമ്മമ്മ ദിവസം ഉണ്ടാക്കി കൊടുക്കാറുള്ള ഒരു വിഭവമാണ് ഈ ഉള്ളിച്ചോറ്. കൊതിമൂത്ത് അമ്മേൻ്റെ പ്ലേറ്റിൽ നിന്ന് ഞാൻ കൈയിട്ട് വാരി കഴിക്കാറുണ്ട് ഈ ഐറ്റം. അങ്ങനെ കൈയിട്ട് വരുന്നതുകൊണ്ട് എനിക്ക് നല്ല രീതിക്ക് ചീത്തയും കേൾക്കാറുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു പിന്നീട് അങ്ങോട്ട് ഉള്ളിച്ചോറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കങ്ങോട്ട് ഭ്രാന്തായിരുന്നു. വർഷങ്ങൾക്കപ്പുറം അതുപോലെയൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ പ്ലേറ്റിൽ നിന്ന് കട്ട് തിന്ന രുചിയൊന്നും ഇല്ല കേട്ടോ. ചിലവരൊക്കെ പറയുന്ന പോലെ അത് ചിലപ്പോൾ ആ കാലഘട്ടത്തിൻ്റെ രുചിയായിരിക്കാം. അപ്പോൾ നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. കുഴയ്ക്കുമ്പോൾ എനിക്ക് വായിൽ വെള്ളം വരുന്നുണ്ട്, പക്ഷെ കഴിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവുന്നത് വെള്ളം. ഭയങ്കര മാസ്മരിക ടേസ്റ്റ് ഒന്നും അല്ലെങ്കിലും എല്ലാത്തിൻ്റെയും കൂടിയും ടേസ്റ്റ് ആയിട്ട് കൊള്ളാം.